ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾ ജയിപ്പിച്ചാൽ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കും, അതുപോലെ തന്നെ വിലക്കയറ്റം താഴെ കൊണ്ടുവരും, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായിട്ട് മുൻപോട്ട് വന്ന ഇന്ത്യ മുന്നണി. എങ്ങനെയാണ് തൊഴിലുകൾ സൃഷ്ടിക്കാൻ പറ്റുക? തൊഴിലുകൾ സൃഷ്ടിക്കാൻ മാജിക് വാൻഡ് ഒന്നുമില്ല ആരുടെയും കയ്യില്. പ്രോ കോർപ്പറേറ്റ് നയമെടുക്കുന്ന നരേന്ദ്രമോദിക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. അതിനാണ് അഗ്നിവീർ പദ്ധതി പോലെയുള്ളത് കൊണ്ടുവന്നത്. അത് തന്നെ എല്ലാവരും വളരെ ആശങ്കയോടെ കാണുന്ന, എല്ലാവരും എതിർക്കുന്ന ഒന്നാണ്. കാരണം എന്താണ്? 2 വർഷത്തേക്കുള്ള അഗ്നിവീറിൽ കയറുക, 2 3 വർഷം കഴിയുമ്പോഴത്തേനും അവർ തിരിച്ചു ഇറങ്ങുക. എന്ത് ജോലിയാണത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് മാന്യമായ ജോലിക്ക് 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഫിക്സിറ്റി ഓഫ് ലേബർ, ഡീസന്റ് വേജ്. ഈ അഗ്നിവീറിന് ഫിക്സിറ്റി ഓഫ് ലേബർ ഉണ്ടോ? സ്ഥിരമാണോ? അല്ല. 2 3 വർഷം കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോരണം. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ജോലിയില്ല. ഡീസന്റ് വേജ് ഉണ്ടോ? വേജ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ആ ILOയുടെ മാന്യമായ ജോലിക്ക് വേണ്ട കണ്ടീഷൻസ് ഒന്നുമില്ല അഗ്നിവീർ പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്ന പദ്ധതികൾക്ക്. മറിച്ച് എവിടെയാണ് ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്? നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ. അപ്പൊ അത്തരം സംരംഭങ്ങൾക്കാണോ മോദി ഗവൺമെന്റ് മുൻതൂക്കം കൊടുത്തിരുന്നത്? അല്ല. മോദി ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മുഴുവനും കോർപ്പറേറ്റുകൾക്കായിരുന്നു. അതേ സമയത്ത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരികയാണെങ്കിൽ, അതായത് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, തൊഴിലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം 94 മുതൽ 96% വരെ തൊഴിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. അപ്പൊ അത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടൂ. അങ്ങനെ ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ അതായത് ഹങ്കർ ഇൻഡെക്സിൽ 42ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയാണ് ഇപ്പൊ 111ാം സ്ഥാനത്തേക്ക് മൂക്കുകുത്തി വീണിരിക്കുന്നത്. ആ പട്ടിണി ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ ഈ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ തൊഴിലുകൾ ഉണ്ടാവണം. അങ്ങനെ തൊഴിലുകൾ കിട്ടുക, വരുമാനം ഉണ്ടാവുക, പിന്നെ പട്ടിണി അകലുക. ആ തരത്തില് ഒരു ഭരണ സംവിധാനം വരണം. അങ്ങനെ ഒരു ഭരണ സംവിധാനം വരണമെങ്കിൽ ആര് ഭരണത്തിൽ വരണം? ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണം. പക്ഷെ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ കോർപ്പറേറ്റുകൾക്ക് അടിയായി. അതുകൊണ്ടാണ് കാളക്കൂറ്റന്റെ പതനവും ബെയറിന്റെ ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ ആ വോട്ടെണ്ണുന്ന ദിവസം കാണാൻ ഇടവന്നത്. അപ്പൊ നമുക്കറിയാം ആ ദിവസം എന്ത് സംഭവിച്ചു. നമ്മുടെ അദാനിക്കും അംബാനിക്കും ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് വെറുതെ നോക്കിക്കളെ. അതായത് എക്സിറ്റ് പോൾ വന്ന ദിവസം അദാനി ഗ്രൂപ്പിൽപ്പെട്ട 10 ലിസ്റ്റഡ് കമ്പനികളുടെ മൂല്യം, വിപണി മൂല്യം ഒറ്റ ദിവസം കൊണ്ട് 16% വർദ്ധിച്ചു. അതായത് എക്സിറ്റ് പോൾ റിസൾട്ട് വന്ന ആ ഒറ്റ ദിവസം കൊണ്ട് അദാനിയുടെ തന്നെ 10 ലിസ്റ്റഡ് കമ്പനികളുടെ വിപണി മൂല്യം 16% വർദ്ധിച്ചു. അതേ സമയത്ത് എന്ത് സംഭവിച്ചു? പിന്നെ വോട്ടെണ്ണൽ തുടങ്ങിയ ദിവസം അവസാനമായപ്പോഴേക്കും അതിന്റെ വിപണി മൂല്യം എത്ര കുറഞ്ഞു? 20% ഇടിഞ്ഞു. അത്ര വലിയ ആഘാതമാണ് കരടി കാളക്കൂറ്റിന് കൊടുത്തത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി BSE സെൻസെക്സിന്റെ കാര്യം എടുക്കുക. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ചയാണ് എക്സിറ്റ് പോൾ വന്ന ദിവസം BSE പിന്നെ കാണിച്ചത് എന്ന്. അതും തന്നെ 29.9 ലക്ഷം കോടിയുടെ ഇടിവാണ് BSE രേഖപ്പെടുത്തിയത്. 29.9 ലക്ഷം കോടിയുടെ എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 ഷെയറുകളുടെ ഇൻഡെക്സ് പിന്നെ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് വിപണിയാണ്, ഓഹരി വിപണിയാണ്. അപ്പൊ അവിടെ എന്നിട്ടും അവിടെ 29.9 ലക്ഷം കോടിയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഈ വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ ഇടിവ് പറ്റിയപ്പോഴും നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഈ പറയപ്പെട്ട ഇടിവോ ഒന്നും സംഭവിക്കാതെ നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്തു പോയത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനത്തെ കമ്പനികളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം
ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത എല്ലാവിധ സൗജന്യങ്ങളും, അതായത് പിന്നെ കോർപ്പറേറ്റുകൾക്കാണ് ഒരുപാട് കോടി വായ്പ ഇളവ് ചെയ്തു കൊടുത്തത്, എഴുതി തള്ളിയത്, അവരുടെ കടങ്ങളാണ് എഴുതി തള്ളിയത്. കർഷകര് വായ്പ എഴുതി തള്ളാൻ പറഞ്ഞ് 1 വർഷത്തിലേറെ നീണ്ട സമരം നടത്തിയിട്ടും ചെയ്തില്ല. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് വായ്പ എഴുതി തള്ളുന്നതിന് നരേന്ദ്രമോദി ഒരു മടിയും അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു മടിയും കാണിച്ചിട്ടില്ല. SBI ഏറ്റവും കൂടുതൽ കടം, ഈ അദാനിക്ക് തന്നെ വലിയ തോതിൽ കടം കൊടുത്തിട്ടുണ്ട് SBI എന്ന് ഓർക്കണം നമ്മള്. അങ്ങനെ എല്ലാ തരത്തിലും മോദി ഗവൺമെന്റിന്റെ, BJP ഗവൺമെന്റിന്റെ എന്താ പറയുക, തലോടലേറ്റ് വളരുന്ന ഒരു ഭാഗമാണ് കോർപ്പറേറ്റുകൾ. അതും ചില സിലക്റ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾ. മറിച്ച് ബാക്കിയുള്ള കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ മറ്റു മേഖലകളും, അത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖലകളും അങ്ങനെയല്ല, താഠനമാണ് ഏൽക്കാറുള്ളത് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഓഹരി വിപണി വോട്ടെണ്ണൽ ദിവസം താഴേക്ക് പോയത്. പക്ഷെ ഓർക്കണം, പതുക്കെ അവർ പിടിച്ചു കയറും. കാരണം എന്താന്ന് വെച്ചാൽ പിടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് ഭരണം വീണ്ടെടുക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് ഇതൊരു അനുഭവ പാഠമായിരിക്കണം. കാരണം ചെവിയിൽ പിടിക്കാൻ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകൾക്ക് പ്രീണന നയവുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായി കടിഞ്ഞാൺ വലിക്കാനുള്ള ശക്തി ഇന്ത്യ മുന്നണി ആർജിച്ചിരിക്കുന്നു. അത് കരുതി വേണം ഇനി അങ്ങോട്ടുള്ള ഭരണ നയം എന്ന് ഓർത്ത് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിക്കും അനുകൂലികൾക്കും നന്നായിരിക്കും.